ട്രാവൽ വിത്ത് മനു ഫാമിലി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് കാലടിയിലാണ്. ഇപ്പം ബിഗ് ബോസ് തിളങ്ങി നിൽക്കുന്നത് ജിൻഡോയുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ജിൻഡോയുടെ വീട് തപ്പി ഇറങ്ങിയതാണ്. ഇതുവരെ നമ്മൾ വീട് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ അതിനടുത്ത എവിടെയോ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ജിൻഡോയുടെ നാട്ടിൽ വന്നപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ട് അവിടെ നിന്നാണ് നമ്മുടെ വീഡിയോ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്തത്. ഇനി നമുക്ക് നേരെ ജിൻഡോയുടെ വീട്ടിലേക്ക് പോകാം. നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ല സ്ഥലം, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങനെ ജിൻഡോയുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജിൻഡോയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ജിൻഡോയുടെ വീട്. ഈ ഓറഞ്ച് ജിൻഡോയുടെ വീടൊന്നുമല്ല, ഈ കാണുന്ന ജിൻഡോയുടെ സുരക്ഷിതദേശം അതിനപ്പുറത്തെ വീടെന്നാണ്. ഈ കാണുന്നത് ഈ കാണുന്ന വീടാണ് ജിൻഡോയുടെ വീട്. നമുക്ക് നേരെ ജിൻഡോയുടെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം. ജിൻഡോയുടെ അമ്മയാണ് കാണുന്നത്. ഞങ്ങൾ യാദൃശ്യമായിട്ട് പോയപ്പോഴാണ് ജിൻഡോയുടെ വീട് കാണുന്നത്. നമ്മളിവിടെ കയറുന്നത് അല്ലേ? അവനെന്റെ ഭയങ്കര ഫാനാട്ടോ. ഞാൻ സൗന്ദര്യമാണ്. എന്റെ പേര് ലക്ഷ്മി എന്ന് പറയാം. ജിൻഡോയുടെ അമ്മയാണ് ഇരിക്കുന്നത്. എല്ലാവരും സഹകരണം വേണം. ജിൻഡോന് കപ്പടിക്കണം. നമ്മൾ യാദൃശ്യമായിട്ടാണ് ജിൻഡോയുടെ മമ്മിയെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ആന്റിക്ക് ഒരു സർപ്രൈസായി, ഞങ്ങൾക്ക് ഒരു സർപ്രൈസായി. അപ്പം എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ ഇങ്ങോട്ട് തന്നെ വിജയകിരീടം കൊണ്ടുവരണം എന്നുള്ളതാണ് ആന്റിയുടെ ആഗ്രഹം. എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ജിൻഡോയുടെ കാറായി കിടക്കുന്നല്ലേ? ജിൻഡോയുടെ ജംഗ്ഷൻ, ജിൻഡോയുടെ വലിയൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ജിൻഡോയുടെ അപ്പം ഈ കാണുന്നതാണ് ജിൻഡോയുടെ സ്കൂള്, ജിൻഡോ പഠിച്ച സ്കൂള്. ഈ കാണുന്നതാണ് ജിൻഡോ പഠിച്ച സ്കൂള്, NSS ഹയർ സെക്കൻഡറി സ്കൂൾ മാണിക്യം. കാണുന്നതാണ് ജിൻഡോയുടെ ജിമ്മ്. കണ്ടോ? ഈ കാണുന്നതാണ് ജിൻഡോയുടെ ബോഡി ക്രാഫ്റ്റ്. ഈ കാണുന്നതാണ് ജിൻഡോയുടെ ജിമ്മ്. ഈ മേളിൽ കാണുന്ന ബോഡി ക്രാഫ്റ്റ്. ജിൻഡോയുടെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ ജിമ്മിലോട്ടാണ് വന്നത്. പുള്ളിയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ അങ്ങനെ നമ്മൾ ജിൻഡോയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന സ്കൂളും കണ്ട് അതുവഴി ഇങ്ങനെ പോയിട്ടൊരു മത്സ്യകൃഷിയാന്ന് തോന്നുന്നു. ഒരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇവിടെ രണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോവാം. മീൻവളത്തല ഒത്തിരി മീനുണ്ടെന്ന് കേട്ടോ. മൊത്തം വലയിട്ടിരിക്കുക. വലയിട്ടിരിക്കുന്ന മേളിക്കൂടെ വലയിട്ടിന്ന് അറിയാം. നമ്മുടെ കൊക്കൊക്കെ വന്നിട്ടേ അല്ലെ കൊത്തിക്കൊണ്ട് പോകും. അടിപൊളി നല്ല സ്ഥലം.